മച്ചം വരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു ബാറിലിരുന്നുകൊണ്ട് 3 കൂട്ടുകാർ കള്ളും കുടിച്ച് ഓരോ തമാശ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. ഒരാളുടെ പേര് റേ, ഒരാളുടെ പേര് പീറ്റർ, മൂന്നാമത്തെ ആളുടെ പേര് ടോബി. ഇവരിങ്ങനെ ഒരുപാട് സിനിമകളെ കുറിച്ചും സയൻസിനെ കുറിച്ചും ടൈം ട്രാവലിനെ കുറിച്ചും ഒരുപാട് സെക്സി ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന പീറ്റർ ഞാൻ ഇപ്പൊ ബാത്റൂമിലേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ബാത്റൂമിലേക്ക് പോവാണ്. ഒരു പ്രത്യേക രീതിയിൽ കള്ളു കുടിച്ച ഒരു മൂട്ടിൽ അവനിങ്ങനെ മൂത്രം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അവൻ നേരെ പുറത്തേക്ക് വരികയാണ്. പിന്നീട് അവൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ബാറിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു കിടക്കുകയാണ്. അതിൽ ഈ പീറ്ററിന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. പക്ഷെ പീറ്ററിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചു കളഞ്ഞത് അവൻ തന്നെ കുറച്ചും കൂടെ താടിയെല്ലാം വെച്ച് കുറച്ചും കൂടെ പ്രായമായ രൂപത്തിൽ അവനും അവിടെ മരിച്ചു കിടക്കുകയാണ്. ഷോക്കായി പോയില്ലേ. അവൻ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ തിരിച്ചു കയറുകയാണ്. പിന്നെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ എന്തോ ഭാഗ്യത്തിന് എല്ലാം പഴയതുപോലെ തന്നെ. എന്താണ് സംഭവിച്ചത്? ഒരു 6 മണിക്കൂർ പിന്നിലേക്ക് നമുക്ക് പോവാം. ഇപ്പൊ റിയാനെ കാണിക്കുകയാണ്. അവനിപ്പോ സ്പേസിലാണ്. ഭൂമിക്കെതിരെയായിട്ട് പുറത്തുനിന്ന് എന്തൊക്കെയോ ശത്രുക്കൾ വരുന്നുണ്ട്. സമയത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മറ്റേതോ ഡയമെൻഷനിൽ നിന്നൊക്കെ അവയെല്ലാം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റേ ഇപ്പോ അവന്റെ കൂട്ടാളികളോട് പറയാണ് എല്ലാത്തിനെയും വെടിവെച്ചങ്ങ് കൊന്നേക്ക്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ആകെ പേടിച്ച് കരഞ്ഞു പോവുകയാണ്. അവരോടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കരുതിയിട്ട്. സത്യം പറഞ്ഞാൽ അത് സ്പേസും അല്ല, ഒരു ജെറ്റും അല്ല, മറ്റൊന്നുമല്ല. നമ്മുടെ കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരു പാർക്കിൽ ഉണ്ടായിരുന്ന ചെറിയൊരു സെറ്റപ്പ് മാത്രമാണ്. അപ്പൊ ആ കുട്ടികൾ കരഞ്ഞതുകൊണ്ട് കുട്ടികളെ ഒന്നും കൂടെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് എഫക്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ആണ് ബാധിച്ചത്. കുട്ടികളൊക്കെ ആകെ പേടിച്ച് വാള് വെക്കാൻ ആരംഭിക്കുകയാണ്. ഇപ്പൊ മാനേജർ അങ്ങോട്ടേക്ക് വന്നു. എന്താ പറയാ, നമ്മുടെ റേ കണക്കിനിട്ട് ചീത്ത പറയുകയാണ്. അവസാനം അവന്റെ ജോലിയും പോയിട്ടുണ്ട്. പിന്നീട് പാർക്കിന്റെ പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ ഒരു പാവക്കുട്ടിയുടെ ഉള്ളിൽ നിൽക്കുന്ന 2 പേരെ കണ്ടു. ഓരോ കാർഡൊക്കെ കൊടുത്തിട്ട് ഒരാൾ പോലും അവരെ വില വെക്കുന്നില്ല കേട്ടോ. എന്തായാലും ആ 2 പയ്യന്മാർക്കും നല്ല വിരക്തിയുണ്ട് ഈ ഒരു ജോലി ചെയ്യുന്നതിൽ. നല്ലൊരു ജോലി ചെയ്യണമെന്ന് ഇവർക്ക് 2 പേർക്കും ആഗ്രഹമുണ്ട്. അത് നമ്മൾ ആദ്യം കണ്ട പീറ്ററും ടോബിയാണ് കേട്ടോ. അതായത് ഇപ്പൊ പുറത്താക്കിയ റേയുടെ കൂട്ടുകാർ തന്നെ. എന്തായാലും ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ റേയുടെ ജോലി പോയതല്ലേ, ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ഒരു ബാറിലേക്ക് ഇവർ നേരെ പോവുകയാണ്. ഇപ്പൊ പീറ്റർ അവന്റെ ആഗ്രഹം പറയാണ്. അതായത് മച്ചാന് ചെറിയൊരു വേർപ്പിന്റെ അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും വലിയ പണിയൊന്നും ഇല്ലാത്തൊരു ജോലി മതി എന്നൊക്കെ അവൻ പറയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ റയാൻ പറയാണ്, പക്ഷെ എന്റെ ആഗ്രഹം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. സമയത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ടൈം ട്രാവൽ കിങ് ആവണമെന്നാണ്. ഇതെല്ലാം കേട്ട് ഈ പീറ്ററും ടോബിയും വായ പൊത്തി അങ്ങനെ ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ കുറച്ച് തടിച്ചിട്ടുണ്ടായിരുന്ന ടോബി പറയാണ്, എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു കഥ എഴുതണം എന്നൊക്കെയാണ്. ഇതിനുശേഷം പീറ്ററും അതുപോലെ തന്നെ ടോബിയും കൂടെ റയെ വീണ്ടും കളിയാക്കാണ്. ഇതുവരെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തവനാണ്, അവനിപ്പോ ടൈം ട്രാവൽ ചെയ്തിട്ട് ടൈം കിങ് ആവണം എന്നൊക്കെയാണ് പറയുന്നത്. എടാ മണ്ട, അതിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ. ഇതിനോടൊക്കെയുള്ള നിന്റെ ഓവറായിട്ടുള്ള ആ ഒരു ഇഷ്ടമാണ് നിന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത്. അങ്ങനെ ഇവർ ചെറിയൊരു ബിയറെല്ലാം അടിച്ച് നേരെ ഒരു മൂവി കാണാൻ വേണ്ടി പോവാണ്. സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് സിനിമയോട് കുറച്ച് കമ്പണ്ടായിരുന്ന നമ്മുടെ ടോബി ഉണ്ടല്ലോ, അതടിച്ച പയ്യ. അവൻ പറയാണ്, കഥയൊന്നും തീരെ പോരാ കേട്ടോ. എന്തായാലും എന്റെ ഒരു കുറവ് സിനിമ ഇൻഡസ്ട്രിയിൽ നന്നായിട്ടുണ്ട്. ഓഹോ അങ്ങനെയാണോ? എന്തായാലും നിന്റെ കഴിവിങ്ങനെ പുറത്തേക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ഡയറി മേടിച്ചുകൊണ്ട് നമ്മുടെ ഈ പീറ്റർ ഉണ്ടല്ലോ മുന്നോട്ടേക്ക് ഓടുകയാണ്. അവൻ എന്തൊക്കെയോ അതിൽ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പീറ്ററിന് അവനിങ്ങനെ വിളിക്കുന്നുണ്ട്, മര്യാദ കഥ തിരിച്ചു വന്നോ അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുക. അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് 3 പേരും കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പബ്ബിലേക്ക് വീണ്ടും കയറി പോവാണ് ഒരു ബീറൊക്കെ അടിക്കാൻ വേണ്ടി. പിന്നീട് 2 പെഗ് അടിച്ചുകൊണ്ട് നമ്മുടെ ടോബി ഉണ്ടല്ലോ എങ്ങനെ നല്ലൊരു സയൻസ് ഫിക്ഷൻ സിനിമ എടുക്കാം എന്നുള്ളൊക്കെ ചെറിയൊരു കുറിപ്പ് ഒരു പേപ്പറിന്റെ പിന്നിൽ എഴുതിയിട്ട് ഡയറിയിൽ നിന്ന് അത് പറിച്ചെടുക്കുകയാണ്. ആ പേപ്പർ പിന്നീട് ആ ഒരു ടേബിളിൽ വെക്കുകയാണ്. ആ പേപ്പറിനെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ. ആ പേപ്പറാണ് ഇനിയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേ സമയം തന്നെ അവർ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിയർ കഴിഞ്ഞു പോയി. അപ്പോൾ 3 ബോട്ടിൽ ബിയറും കൂടെ മേടിക്കാനായിട്ട് ഇവിടെ റേ ആ ഒരു കൗണ്ടറിലേക്ക് പോവാണ്. കൗണ്ടറിൽ പോയിട്ട് ഒരു ചിപ്സ് മേടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ റേ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണുകയാണ്. ഇപ്പൊ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ പേര് കാസി എന്നാണ്. കാസി ഇപ്പൊ നമ്മുടെ പേരെടുത്ത് വിളിക്കുകയാണ്. പക്ഷെ ഇക്കാര്യത്തിലല്ല അവന് അത്ഭുതം തോന്നിയത്. അതായത് കാസി ഇപ്പോ അവനെ മറ്റൊരു പേരും കൂടെ വിളിക്കുകയാണ്, ടൈമിന്റെ രാജാവേ, അതായത് സമയത്തിന്റെ രാജാവേ എന്ന്. ഇത് തന്റെ കൂട്ടുകാർ തനിക്ക് തന്ന പണിയാണെന്ന് ഇപ്പൊ റേക്ക് മനസ്സിലായി. എന്തായാലും നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയല്ലേ, ഒന്ന് സംസാരിക്കുക എന്ന് കരുതിയിട്ട് അവളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. പിന്നീട് അവളെ പരിചയപ്പെടുത്താണ്, എന്റെ പേര് കാസി എന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ ഈ സമയത്തിന്റെ രാജാവേ എന്നൊക്കെ വിളിച്ചത്? ഇപ്പൊ നമ്മുടെ കാസി പറയാണ്, അത് നിങ്ങൾ അങ്ങനെ ആകാൻ പോകുന്നത് കൊണ്ട് ഇപ്പൊ ആയിട്ടില്ല കേട്ടോ, ഇനി ഭാവിയിൽ നിങ്ങളാവും. ഇതേ സമയം റേ ചോദിക്കാണ്, നീ എന്താ വട്ട് പറയാണോ? നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഈ സമയത്ത് കാസി പറയാണ്, ഞാനൊരു ഏജന്റാണ്, ടൈം ട്രാവലിംഗ് ഏജന്റ്. നമ്മുടെ ഈ സമയത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമ്പോൾ ആ ഒരു സമയത്തിലേക്ക് വന്നിട്ട് അവിടെയുള്ള ആ ഒരു പ്രശ്നമൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു ടൈം മെക്കാനിക്കാണ് ഞാൻ. ഇങ്ങനെ സമയത്തിൽ ലീക്ക് ഉണ്ടാകുന്ന സമയത്ത് പല ആളുകളും പല സമയത്തിലേക്ക് എത്തിപ്പോവാറുണ്ട്. സോ ആ പ്രശ്നം പരിഹരിക്കലാണ് എന്റെ ജോലി. പക്ഷെ ഞാനൊരു ട്രെയിനിയാണ് കേട്ടോ, ജോലിയെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ റേ ചോദിക്കാണ്, ഓഹോ അതായത് ഇവനൊന്നും വിശ്വസിച്ചില്ല, അവളെ കളിയാക്കുന്ന രൂപത്തിലെന്ന് പറയാണ്. എന്നാ പിന്നെ നിനക്കൊരു കാര്യം ചെയ്തോടെ, സമയത്തിലൂടെ സഞ്ചരിച്ച് പിന്നിലേക്ക് പോയിട്ട് ആ ഹിറ്റ്ലറെ അങ്ങ് തട്ടിക്കളഞ്ഞൂടെ. ഇപ്പൊ കേസി പറയാണ്, ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല, അത് വലിയ തെറ്റാണ്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ആൾക്കാർ ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട്. അതായത് ഭൂതകാലത്തിലെ ഒരുപാട് പ്രശസ്തരായ ഓരോ വ്യക്തികൾ ഉണ്ടാവുമല്ലോ, പ്രശസ്തമായ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈം മെക്കാനിക്സ് ചെന്നിട്ട് ആ ഒരു പ്രശസ്തമായ കാര്യം ചെയ്ത ഉടനെ തന്നെ അവർ കൊന്നുകളയും. കാരണം അവരുടെ പിന്നെയുള്ള പ്രവൃത്തി കാരണം അവരിപ്പോ ചെയ്തിട്ടുള്ള ആ നല്ല കാര്യം വെറുതെ ആയി പോകരുതല്ലോ. ഇങ്ങനെ ഭൂതകാലത്തിലേക്ക് ചെന്നിട്ട് ഓരോരുത്തരെയും കൊന്നുകളയുന്ന ഞങ്ങളുടെ ടീമിലെ ചില ആൾക്കാരെയാണ് ഇല്ലീഗലായിട്ട് ചെയ്യുന്നതാണ്. എന്നാലും അവരെ ഞങ്ങൾ വിളിക്കാറ്
ടൈം എഡിറ്റേഴ്സ് എന്നാണ്. പിന്നീട് റേ കാസിയോട് ചോദിക്കുകയാണ് നിന്റെ വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സമയത്തിന്റെ അവസ്ഥ? ഇപ്പൊ കാസി പറയണ അത് സാധാരണത്തെ പോലെ തന്നെ മുന്നോട്ടേക്ക് പോകും, നിങ്ങളൊന്നും അറിയേയില്ല. എന്തായാലും എനിക്ക് ഈ ജോലിയെല്ലാം ചെയ്ത് മടുത്തിട്ടുണ്ട്, വല്ലാത്തൊരു വിരക്തി പോലെ തോന്നുന്നു, എന്റെ ഒരു പ്രൊഫഷൻ അല്ല ഇത്. പിന്നീട് ഈ റേയെ കുറിച്ച് കാസി പറയാണ് നിങ്ങൾ ഭാവിയിൽ ഭയങ്കരമായിട്ട് പ്രശസ്തനാകും കേട്ടോ, നിങ്ങൾ വലിയൊരു ബുക്ക് തന്നെ എഴുതാൻ പോകുന്നുണ്ട്, ആ ഒരു ബുക്ക് പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നുണ്ട്, ഒരുപാട് ഫാൻസുകൾ ഉണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെയുള്ള ഒരു ഫാനാണ് ഞാൻ, നിങ്ങളുടെ വലിയൊരു ഫാനാണ്. പക്ഷെ ഒരു ഫാൻ മാത്രമല്ല, നിങ്ങളോട് വല്ലാത്തൊരു ക്രഷ് കൂടെ എനിക്കുണ്ട്. പിന്നീട് റേയുടെ യാത്ര പറഞ്ഞിട്ട് കാസി അവിടെ നിന്ന് പോകാൻ കേട്ടോ. ഇപ്പൊ റേ വിശ്വസിക്കുന്നത് കൂട്ടുകാർ ഈ പെണ്ണിന് പൈസ കൊടുത്തിട്ട് നല്ല ഒന്നാം തരം കഥ ഉണ്ടാക്കി അവന്റെ അടുത്ത് പറയിപ്പിച്ചെന്നാണ്. പിന്നെ റേ പോയിട്ട് ഈ കാര്യം ഉണ്ടല്ലോ പീറ്ററിനോടും ടോബിയോടും അതുപോലെ പോയി പറയാണ്. ഇതേ സമയത്ത് ടോബിയും അതുപോലെ തന്നെ പീറ്ററും വിശ്വസിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവൻ ഏതോ ഒരു പെൺകുട്ടിക്ക് പൈസ കൊടുത്തിട്ട് ഇതേപോലെ പറയാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ഇപ്പൊ വരും, അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇവർ തെറ്റിദ്ധരിക്കുകയാണ്. പിന്നീട് കുറച്ച് തമാശകളെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ പീറ്റർ ഉണ്ടല്ലോ നേരെ ബാത്റൂമിലേക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ആദ്യം കണ്ട ഭാഗമാണിത്. പിന്നീട് ഒരുമാതിരി കളിയെല്ലാം കഴിച്ച് മൂത്രമൊഴിച്ച് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, എല്ലാവരും മരിച്ചു കിടക്കുകയാണ്. കൂട്ടത്തിൽ താടിയെല്ലാം വളർന്നു നിൽക്കുന്ന ഈ പീറ്ററിനെ തന്നെ പീറ്റർ കാണുകയാണ്. അവനും അവിടെ തലയിൽ കൂടെ എല്ലാം ചോര ഒലിപ്പിച്ച് മരിച്ചു കിടക്കുകയാണ്. പേടിച്ചുപോയ പീറ്റർ വീണ്ടും ബാത്റൂമിലേക്ക് ഓടി ചെല്ലുകയാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ എല്ലാം പഴയതുപോലെ ആയിട്ടുണ്ട്. സത്യം പറയാലോ പേടി കൊണ്ട് അവൻ പാന്റിൽ മുള്ളി വരെ പോയിട്ടുണ്ട്. ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ പോയിട്ട് പീറ്റർ ടോബിയോടും റേയോടും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവര് പറയാണ് നീ പറഞ്ഞൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല കേട്ടോ. ഇതേ സമയത്ത് ഇവര് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, നമ്മുടെ പീറ്ററിന്റെ പാന്റിൽ നിറയെ മൂത്രമായിട്ടുള്ളത്. അപ്പൊ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി, അതായത് പീറ്റർ നന്നായിട്ട് പേടിച്ചിട്ടുള്ളത്, കാരണം പാന്റെല്ലാം നനച്ച് വെച്ചിരിക്കുകയാണല്ലോ. സോ എന്തായാലും ഇവനിങ്ങനെ ഒരു കാര്യം പറഞ്ഞതല്ലേ, ഒന്ന് നോക്കിക്കളയെന്ന് കരുതിയിട്ട് ഇവർ 3 പേരും കൂടെ നേരെ ബാത്റൂമിലേക്ക് പോവാണ്. സംഭവം ഇക്കാര്യത്തിൽ ഇവർ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും എന്തോ ഒരു ഭയം അവർക്ക് അതിന്റെ ഉള്ളിലേക്ക് പോവാൻ. എന്താ പറയാ, നമ്മുടെ സെലിം കുമാരേട്ടൻ പറഞ്ഞതുപോലെ ഇനി എങ്ങാനും അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, ഇവൻ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാവുക എന്നുള്ള ഒരു പേടി ഉള്ളിലുണ്ട് റേയ്ക്കും ടോബിക്കും. എന്നാലും അവർ ആ ഒരു ബാത്റൂമിലേക്ക് പോവാണ്. നേരത്തെ നമ്മുടെ പീറ്റർ ഈ ബാത്റൂമിൽ വെച്ച് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയത് അതുപോലെ ഇവരത്തെ എല്ലാവരും കാട്ടിക്കൂട്ടാൻ പറയണം. ഇതേ സമയം റേ അവിടെ ചെന്നിട്ട് ഓരോ ബാത്റൂമിൽ നോക്കുന്നുണ്ട്, ഇതെങ്ങാനും വലിയ പ്രാങ്കേറ്റ് ആണോ. പക്ഷെ അവിടെ വെച്ച് ഒന്നും ഇവർക്ക് കണ്ടെത്താനായില്ല കേട്ടോ. പിന്നീട് ഈ പീറ്റർ എങ്ങനെയാണോ മൂത്രമൊഴിച്ചത് അതുപോലെ തന്നെ ആ ഒരു പൊസിഷനിൽ ഇവരെ നിർത്തിക്കുകയാണ്, ബേക്കിലായിട്ട്. മാത്രമല്ല അവരവിടുന്ന് ചെയ്ത അതേ കാര്യങ്ങൾ ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഇതേ സമയത്ത് ഒരു അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഇവരുടെ ഈ ഒരു നൃത്തവും ഭാവമൊക്കെ കണ്ടപ്പോൾ അപ്പൂപ്പൻ എന്തോ ഒരു പന്തികേട് തോന്നി. ഇതേ സമയം തന്നെ നമ്മുടെ പീറ്റർ പറയാണ്, അപ്പൂപ്പ പേടിക്കണ്ട, ഇത് ഒരു സയൻസ് പ്രോജക്റ്റിന്റെ ഭാഗമാണ്. അപ്പൂപ്പൻ കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ട് പിള്ളേരുടെ ഒരു സയൻസ് പ്രോജക്റ്റ് കാലത്തിന്റെ ഒരേ പോക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പൂപ്പൻ വേഗം അവിടുന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ 3 ചെക്കന്മാരും റേയും പീറ്ററും ടോബിയും കൂടെ നേരെ ബാത്റൂമിന്റെ പുറത്തേക്ക് വന്ന് നോക്കാണ്. സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം പഴയതുപോലെ തന്നെ കുറെ ആൾക്കാർ വന്നിട്ട് കള്ളു കുടിച്ചിട്ട് പോകുന്നുണ്ട്. ആ ഒരു ബാർ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ റേയും അതുപോലെ തന്നെ ടോബിയും കൂടെ പീറ്റർ ഇങ്ങനെ നോക്കുകയാണ്. ചെക്ക നിനക്ക് വട്ടാണ് കേട്ടോ, ഒന്നുകൂടെ അടിക്കാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ഇവരുടെ ടേബിളിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആദ്യം മുന്നിൽ പോയത് റേ ആയിരുന്നു. അവിടെ ഒരു കാഴ്ച കണ്ട് റേ അമ്പരന്ന് പോവുകയാണ്. എന്താന്നല്ലേ, 1.5 മണിക്കൂർ മുന്നേ ഇവർ ആ ഒരു ടേബിളിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങൾ ഇവരുടെ അതേ രൂപത്തിലുള്ള 3 ആൾക്കാർ അവിടെ വെച്ച് സംസാരിക്കുകയാണ്. അതായത് ഇവർ സമയത്തിലൂടെ സഞ്ചരിച്ച് ഏകദേശം 1/2 മണിക്കൂർ ബേക്കിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇവർ 1/2 മണിക്കൂർ എങ്ങനെയാണോ അവിടെ ഇരുന്ന് സംസാരിച്ച ആ കാര്യം തന്നെ ഇവർ വന്ന് കാണുകയാണ്. അതായത് നമ്മുടെ റേ അവ പേടിച്ചു പോയിട്ട് ഇവർ രണ്ടുപേരും കൂട്ടി നേരെ ബാത്റൂമിലേക്ക് പോവാണ്. ഒരിക്കലും ഭൂതകാലത്തിലുള്ള നമ്മൾ തന്നെ നേരിട്ട് കാണാൻ പാടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് വലിയ ആപത്താണ്. അവിടെ ഒരു പാരഡോക്സ് തന്നെ ക്രിയേറ്റ് ആയി പോകും. പാരഡോക്സോ, നീ എന്ത് കുന്താണ് ഈ പറയുന്നത് എന്ന് പീറ്റർ ചോദിക്കുകയാണ്. അതായത് ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ പീറ്ററിന്റെ അവസ്ഥ. അതായത് പാരഡോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടൈം ട്രാവലിംഗുള്ള ഒരു ടേമാണ്. അതിപ്പോൾ വിശദീകരിക്കാൻ നിന്നാൽ കുറെ പറയാണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. നമുക്ക് നോർമലായിട്ട് സിമ്പിളായിട്ട് കഥയിലൂടെ അങ്ങ് പോവാം. ഇപ്പൊ പീറ്ററിനാകെ ഭ്രാന്ത് പിടിക്കുകയാണ്, ഒരു സയൻസ് തേങ്ങ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയം തന്നെ റേക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. അതായത് 1/2 മണിക്കൂർ മുന്നത്തെ കാര്യങ്ങളല്ലേ ഇപ്പൊ പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1/2 മണിക്കൂർ മുന്നെയാണ് ഞാൻ കാസിയെ അവിടെ വെച്ച് കണ്ടത്. അപ്പോ ഇപ്പോഴവിടെയുള്ള റയാനുമായിട്ട് അവൾ സംസാരിച്ചുകൊണ്ടേയിരിക്കില്ലേ. അവിടെ ഉണ്ടായിരുന്ന കബോർഡിന്റെ ഒരു ഗ്യാപ്പിലൂടെ ഇപ്പൊ റേ നോക്കുമ്പോൾ 1/2 മണിക്കൂർ മുന്നേ ഉണ്ടായിരുന്ന റേയുമായിട്ട് കാസി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവൾ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. ഇപ്പൊ ആ റേ കാണാതെ തന്നെ ഇപ്പോൾ ഉള്ള ഒറിജിനൽ റേ ഉണ്ടല്ലോ നേരെ കാസിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ പറയാണ്. കാസി, നീ പറഞ്ഞത് വളരെയധികം ശരിയാണ് കേട്ടോ. ആണുങ്ങളുടെ ബാത്റൂമിൽ നീ പറഞ്ഞതുപോലെയുള്ള ഒരു സമയത്തിന്റെ ലീക്കേജ് ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നീ വന്നിട്ട് അതൊന്ന് ശരിയാക്കി തരണം. കാരണം 1/2 മണിക്കൂർ മുന്നേയുള്ള ഞങ്ങളെ തന്നെ ഞങ്ങളിപ്പോ നേരിട്ട് കണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ കാസി തയ്യാറായില്ല കേട്ടോ. അവളിപ്പോ അവളുടെ മുറിയിലേക്ക് ചെന്നിട്ട് വാതിൽ ഒറ്റ അടക്കലാണ്. ആ വാതിൽ പൂട്ടി സെക്കൻഡുകൾക്കകം തന്നെ ആ ഒരു വാതിൽ തുറക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ അവളെ ലുക്ക് വളരെയധികം ഡിഫറെന്റ് ആണ്. 1 സെക്കൻഡ് കൊണ്ട് ഇതെങ്ങനെ മാറി? ഈ സമയത്ത് കാസി പറയണം, 1 സെക്കൻഡോ 6 മാസമായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോയിട്ട് ഏകദേശം അത്രയും കാലമായെന്നേ. എന്നാൽ നമ്മുടെ ഈ റേക്ക് തോന്നിയത് ആകെ 1 സെക്കൻഡ് മാത്രമാണ്. സമയത്തിന്റെ ഓരോ കളികൾ നമ്മളെ ഭ്രാന്ത് പിടിപ്പിച്ച കളി. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാർഡിലേക്ക് പോയിട്ട് റേനും കാസിയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അതായത് കാസി പറയണ, റേൻ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണുങ്ങളുടെ ബാത്റൂമിലേക്ക് പോയിട്ട് സമയത്തിന്റെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, അത് മുഴുവനും ഞാൻ നേരാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ പേടിക്കേ വേണ്ട. ഇനിയിപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കയറിയാലും ഇറങ്ങിയാലും എല്ലാം സാധാരണ രീതിയിലായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റേക്കും കാസിക്കും ഇടയിൽ ചെറിയൊരു ഇഷ്ടം തോന്നുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും സംസാരം എല്ലാം കഴിഞ്ഞിട്ട്
ഈ റേ നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാണ്. പീറ്ററിന്റെ അടുത്തേക്കും ടോബിയുടെ അടുത്തേക്കും. അവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ബാത്റൂമിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഒന്നും കൂടെ ഒന്ന് ഫ്രഷ് അപ്പ് ആകാൻ വേണ്ടി ഇവർ നേരെ ഈ ബോയ്സിന്റെ ബാത്റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ റിസ്ക് എടുക്കണ്ട എന്ന് കരുതിയിട്ട് നേരെ ലേഡീസിന്റെ ബാത്റൂമിലേക്ക് പോവാണ്. ഒരാവശ്യം എന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത പരിപാടിയായിരുന്നു. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇവർ 3 പേരും കൂടെ പുറത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നോ, അരമണിക്കൂറോ 20 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും ആയിരുന്നില്ല. ഒരുപാട് വർഷങ്ങൾ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഭൂമിയൊക്കെ കത്തി നശിച്ച് അങ്ങനെയുള്ള ഒരു കോലത്തിലായിരുന്നു. ഇവരിങ്ങനെ ആ ഒരു ബാത്റൂമിന്റെ പുറത്തേക്ക് വന്നിട്ട് വായം പൊളിച്ചങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ പേടിച്ചു പോയ നമ്മുടെ പീറ്റർ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് തിരിച്ചു കയറുകയാണ്. ഇപ്പൊ റേയും അതിന്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ടോബി അവനെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ആണുങ്ങളുടെ ബാത്റൂമിൽ നിന്നും മറ്റൊരാൾ പെട്ടെന്ന് ഇറങ്ങുകയാണ്. താടിയെല്ലാം വളർത്തിയിട്ട് കണ്ടാൽ തന്നെ ഒരുമാതിരി ഒരു പിച്ചക്കാരന്റെ ലുക്ക് ഉണ്ട്. പക്ഷെ അത് ആരാണെന്ന് അറിയോ? നിങ്ങൾ ഞെട്ടരുത് കേട്ടോ, അത് പീറ്റർ തന്നെയായിരുന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ പീറ്ററിന് എന്താണ് സംഭവിച്ചത്? അതായത് ആ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് അവൻ കയറിയിട്ട് ഒരു വട്ടം കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതോ ഒരു സമയത്തിലേക്ക് മറ്റേതോ ഒരു കാലഘട്ടത്തിലേക്ക് അവൻ പോയി. പിന്നീട് വീണ്ടും ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറിയും ഇറങ്ങിയും എങ്ങനെയൊക്കെയോ ആണ് പിന്നീട് ഇവരുടെ ഈ ഒരു സമയത്തിലേക്ക് തന്നെ, അതായത് നമ്മുടെ കൂട്ടുകാരൻ ചെക്കന്മാരായിട്ടുള്ള റേയും ടോബിയും അവരിപ്പോഴുള്ള ആ ഒരു സമയത്തിലേക്ക് ഇവൻ എത്തിച്ചേരുന്നത്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ താടിയെല്ലാം വളർന്നിട്ട് ദേഹമെല്ലാം ആകെ മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ റേയോടും അതുപോലെ തന്നെ ടോബിയോടും പീറ്റർ പറയാണ്. അതിനുശേഷം അവരെന്തായാലും ബാത്റൂമിലേക്ക് കയറുന്നില്ല എന്ന് തീരുമാനിച്ച് നേരെ പുറലോകത്തേക്ക് ഇറങ്ങുകയാണ്. പുറലോകത്തേക്ക് വന്ന് നോക്കുമ്പോൾ എന്തോ ആകെ ചാരമായി കിടക്കുകയാണ്. ആ സ്ഥലം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ അറ്റാക്ക് നടന്നതുപോലെയാണ്. ആകെ വെണ്ണീരും ചാരയൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ഇനി ഒരുപാട് വർഷത്തിന് ശേഷമുള്ള ഭൂമിയാണോ ഇത് എന്നും അറിയില്ല കേട്ടോ. കാരണം സമയത്തിൽ ആ ഒരു മിസ്റ്റേക്ക് ഇവർ ഏതൊക്കെ കാലഘട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇതേ സമയം തന്നെ ഭക്ഷണം കുറച്ച് തേടി കണ്ടുപിടിക്കാനായിട്ട് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു സട്ടറെല്ലാം ഇട്ടിട്ട് പതിയെ ഇവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിടാൻ ആയുധം വേണ്ടേ. അപ്പൊ ആയുധങ്ങളൊക്കെ ഇവർ തയ്യാറായി കയ്യിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടെ നേരെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ പുറത്ത് വലിയൊരു ചുമരിൽ ഒരു ചിത്രം കണ്ടിട്ട് ഇവർ ഞെട്ടിപ്പോവാണ് കേട്ടോ. ആ ചിത്രം മറ്റാരുടേതായിരുന്നില്ല, ഇവരുടേത് തന്നെയായിരുന്നു. അതിനേക്കാളും ഇവർ ഞെട്ടിച്ചു കളഞ്ഞത് ഇവരിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു വസ്ത്രം ഉണ്ടല്ലോ, അതേ കളറുള്ള വസ്ത്രം തന്നെയാണ് അവരുടെ ആ ഒരു ചുമരിലുള്ള ചിത്രത്തിന് ഉണ്ടായിരുന്നത്. അതായത് ഏതോ ഒരു കാലഘട്ടത്തിൽ വെച്ച് ഇവരെല്ലാവരും ആകെ ഫേമസ് ആയിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് അച്ഛന്മാർക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. കാരണം സമയത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് പാസ്റ്റിലേക്ക് ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് ഓർമ്മയുണ്ടാവുമോ? അല്ലെങ്കിൽ ഇവർ സമയത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചത് അത് തന്നെയാണോ ആ വലിയ കാര്യമൊന്നും നമുക്കറിയില്ല. ഇപ്പൊ എന്തോ ഒരു പേടിപ്പെടുന്ന ശബ്ദം കേട്ടിട്ട് ഇവർ 3 പേരും ഓടി ബാത്റൂമിന്റെ ഉള്ളിലേക്ക് തന്നെ കയറുകയാണ്. പിന്നെ അവർ പതിയെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് പൊളിഞ്ഞു കിടക്കുന്ന ആ ബിൽഡിങ്ങിന്റെ ഇടയിലൂടെ വലിയൊരു ഉറുമ്പ് വന്നിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ തല കടിച്ചെടുത്തുകൊണ്ട് പോവാണ്. ഇവരാകെ പേടിച്ച് മുള്ളി പോയില്ല എന്ന് മാത്രം പറയാം. മാത്രമല്ല ഇപ്പോ ഈ റേയും ടോബി അല്ലാതെ ഒറ്റയ്ക്ക് പീറ്റർ സമയത്തിലൂടെ എവിടേക്കോ പോയി വന്നല്ലോ. ആ സമയത്ത് അവനുണ്ടായ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ബാത്റൂമിൽ വെച്ച് ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ അപരന്മാരല്ല കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ഇവര് തന്നെ ബാത്റൂമിലേക്ക് കയറി വരികയാണ്. അതായത് പീറ്റർ ആദ്യം തന്നെ പോയിട്ട് ഇവരത് പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ സംഭവം അപ്പൊ പരീക്ഷിക്കാനായിട്ട് ഇവർ ബാത്റൂമിലേക്ക് വരുന്നില്ലേ, ആ ഒരു സംഭവമാണ് ഇപ്പൊ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ആ കാര്യം ഭാവിയിലുള്ള നമ്മുടെ 3 ചെക്കന്മാരും നേരിട്ട് കാണുകയാണ്. ഇപ്പൊ നമ്മുടെ ടോബി അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനും സംസാരിക്കാനും ശ്രമിക്കുമ്പോൾ പീറ്ററും റേയും പെട്ടെന്ന് തന്നെ ഏറ്റവും ലാസ്റ്റത്തെ ബാത്റൂമിലേക്ക് ഇവനെ തള്ളിക്കൊണ്ടേ ഇരുത്തുകയാണ്. ഇതേ സമയം തന്നെ ആ കുറച്ചു കാലം മുന്നേ ഉണ്ടായിരുന്ന റേ ഉണ്ടല്ലോ ബാത്റൂമിൽ എന്തെങ്കിലും പ്രാങ്ക് വെച്ചിനോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പതിയെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കണ്ടില്ല. ഏറ്റവും അവസാനത്തെ ബാത്റൂമിന്റെ ഉള്ളിലാണ് നമ്മുടെ ഭാവിയിലെ 3 ചെക്കന്മാർ പോയി ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ അത് തുറന്നിട്ട് അത് നോക്കുന്നതിന് മുന്നേ തന്നെ ഈ നോക്കാൻ വന്ന റേയുടെ കൂടെ ഉണ്ടായിരുന്ന പീറ്റർ അവനെ വിളിച്ചിട്ട് പറയാണ്, എന്നെ എന്താ നിങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. അതായത് ഇപ്പൊ ആ 3ാമത്തെ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് ഈ റേക്ക് നോക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഉണ്ടായിരുന്ന റേനെയും പീറ്ററിനെയും ടോബിനെയും ഇവന് കാണാൻ കഴിഞ്ഞില്ല. ഭാഗ്യം, രക്ഷപ്പെട്ടു. ഇവര് 3 പേരാണെങ്കിൽ ബാത്റൂമിൽ വായും പൊത്തി അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ കാണും എന്നുള്ള രീതിയിൽ എങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേരുടെയും കാര്യം പൊക്കായിരുന്നു. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന ഈ റേയും പീറ്ററും ടോബിയും കൂടെ നേരെ പുറത്തേക്ക് വരികയാണ്. പക്ഷെ നമ്മുടെ പീറ്ററിനാണെങ്കിൽ അവനാകെ വട്ട് പിടിച്ചതുപോലെ ആയിട്ടുണ്ട്. അവനിപ്പോൾ പറയാണ്, ഇനിയെങ്ങാനും അവർ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ തുറന്നു പറയും, അവരുമായിട്ട് സംസാരിക്കും. പിന്നീട് ഇവരുടെ പിടിയെല്ലാം വിട്ടിട്ട് ഈ പീറ്റർ നേരെ പുറത്തേക്ക് ഓടുകയാണ്. പിന്നാലെ തന്നെ റേയും ടോബി പോയി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. അതായത് ഈ അയൺമാൻ ഇഷ്ടമുള്ളവർ അയൺമാന്റെ വസ്ത്രം ധരിക്കുന്നത് പോലെ, സ്പൈഡർമാൻ ഇഷ്ടമുള്ളവർ സ്പൈഡർമാന്റെ വസ്ത്രം ധരിക്കുന്നത് പോലെ, ക്യാപ്റ്റൻ അമേരിക്കന്റെ ഷീൽഡ് ഇഷ്ടമുള്ളവർ ആ ഷീൽഡ് കയ്യിൽ വെക്കുന്നത് പോലെ ഇപ്പോൾ റേയാന് അതുപോലെ തന്നെ പീറ്റർ ടോബി ഇവരുടേതായ വസ്ത്രങ്ങൾ ഓരോരുത്തരും ധരിച്ചിരിക്കുകയാണ്. ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് അത്രത്തോളം സെലിബ്രിറ്റികളായിരുന്നു അല്ലെങ്കിൽ ഫേമസ് ആയി മാറിയിട്ടുണ്ടായിരുന്നു ഇവര് 3 പേരും. പക്ഷെ എന്ത് കാരണത്താലാന്ന് യാതൊരു ഐഡിയ ഇല്ല. അവിടെ ഉണ്ടായിരുന്ന ആ ചുമർ ചിത്രം ഇപ്പൊ ഇവർ കാണുക കേട്ടോ. ഇപ്പൊ വലിയ രൂപത്തിൽ തന്നെ ഇവര് 3 പേരും ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. നടുക്കിരിക്കുന്നത് നമ്മുടെ ടോബിയാണ്. സിനിമാ കഥ എഴുതണം അല്ലെങ്കിൽ സിനിമയിൽ മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞ ആളുണ്ടല്ലോ, അവൻ തന്നെയാണ്. അവനിപ്പോ ഒരു പേപ്പറിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ കള്ളു പിടിച്ചുകൊണ്ട് ആദ്യം തന്നെ ഇവരൊരു പേപ്പറിൽ എഴുതിയില്ലേ, ഞാൻ നോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഒരു കാര്യം തന്നെ. അപ്പൊ ഇവരിങ്ങനെ ആ ഒരു പേപ്പറും കഷ്ണത്തിലേക്ക് നോക്കി നിന്നിട്ട്
എന്നിട്ട് പറയാണ് ചിലപ്പോ ആ പേപ്പറിൽ ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ ആയിരിക്കുമോ ഈ പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം. അപ്പൊ പീറ്ററും റേയും ചോദിക്കാണ്, അല്ല ടോബി നീ എന്താണ് അതിൽ എഴുതിയത്? ഇപ്പൊ ടോബി പറയാണ്, ആർക്കറിയാം, നല്ല വെള്ളത്തിന്റെ പുറത്ത് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിരുന്നു. ഒരെത്തും പിടികിട്ടാതെ ഇവരങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് മറ്റൊരു ലേഡി ഇവരുടെ അടുത്തേക്ക് വരികയാണ്. പിന്നീട് പറയാണ്, അതായത് കാസിയെ പോലെ തന്നെ ടൈമിൽ ലീക്കേജ് വരുന്ന സമയത്ത് അത് നന്നാക്കാൻ വേണ്ടി പോകുന്ന ഒരു ടൈം എഞ്ചിനീയർ ആണ് ഞാൻ. പക്ഷേ അവളെക്കാട്ടും കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട് കേട്ടോ. എന്തായാലും അവളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നിങ്ങളുടേതായ സമയത്തിലേക്ക് തന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ടൈം എഞ്ചിന്, അതായത് അവളുടെ പേര് മിലി എന്നാണ്. മിലി ഇപ്പൊ ഇവര് 3 പേരും കൂട്ടിയിട്ട് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. എന്നിട്ട് അവരുടേതായ കറക്റ്റ് സമയത്തിലേക്ക് കൊണ്ട് ഇറക്കി വിടുകയാണ്. ഇതെങ്ങനെയൊക്കെയായി സംഭവിക്കുന്നത് എന്നൊന്നും നിങ്ങൾ വല്ലാതെ ആലോചിക്കരുത് കേട്ടോ. അപ്പൊ ഒന്നും മനസ്സിലാവില്ല. കഥയുടെ രൂപത്തിൽ അങ്ങ് കേൾക്കുക, വിട്ടുകളയാ. അങ്ങനെ ഇവര് 3 പേരും തലയിലൂടെ ആ ഒരു സെട്ടറിന്റെ തൊപ്പിയെല്ലാം ഇട്ടിട്ട് പതിയെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ തൊട്ടപ്പുറത്തെ ക്യാബിനെ വെച്ചിട്ട് ഇവരുടെ ഭൂതകാലത്തിൽ ഇവര് തന്നെ കള്ളും കുടിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് മുഖം കൊടുക്കാതെ മറ്റൊരു ഭാഗത്ത് പോയിട്ട് ഇവരറിയാതെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ 3 പേര്. പിന്നീട് ഒറിജിനൽ അല്ലാത്ത റേയും പീറ്ററും ടോബിയും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ സമയത്ത് അവരുടെ ആ ഒരു ടേബിളിന്റെ അടുത്തേക്ക് ഒറിജിനൽ ആയിട്ടുള്ള റേയും പീറ്ററും ടോബിയും കൂടെ വരികയാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളടിച്ച് ഇവർ നേരത്തെ എഴുതി വെച്ച ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതാണ് എല്ലാത്തിനും കാരണം. അതിപ്പോ ഇവരെടുത്ത് വായിച്ച് നോക്കുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ എഴുത്തുകാരനാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അത് എന്താണെന്ന് കാണിക്കുന്നില്ല. എന്തായാലും ഈ പേപ്പറിന്റെ കഷ്ണം ഈ ടേബിളിൽ വെച്ചാൽ മാത്രമേ ഭാവിയിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഫേമസ് ആവുകയുള്ളൂ. അപ്പൊ അത് ഈ ടേബിളിൽ തന്നെ വെച്ചാലോ എന്നൊക്കെ ഇവരിങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി ആകെ ഇതുപോലെ കുളം തോണ്ടി കെടുക്കുമല്ലോ. ചെറിയൊരു ദേഷ്യം അമർഷം ഉണ്ടായിരുന്ന റേ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പുറത്തുണ്ടായിരുന്ന കാസിയോട് സംസാരിക്കാനായിട്ട് തന്നെ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ഈ കാസിയോട് റേ പറയാണ്, ഞങ്ങൾ കുറച്ചും കൂടെ ഫ്യൂച്ചറിലേക്കൊക്കെ സഞ്ചരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നശിച്ച ലോകവും അങ്ങനെ പല കാര്യങ്ങളും. ഇതേ സമയത്ത് തന്നെ കാസി പറയാണ്, അതെങ്ങനെ സാധിക്കും? നിങ്ങൾ പറഞ്ഞതുപോലെ ആണുങ്ങളുടെ ബാത്റൂമിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ സമയത്ത് റേ പറയാണ്, ഞങ്ങൾ ഒന്നുകൂടെ ഇതുപോലെ അബദ്ധങ്ങൾ പറ്റണ്ട എന്ന് കരുതിയിട്ട് പിന്നീട് കയറിയത് ലേഡീസിന്റെ ബാത്റൂമിലേക്കാണ്. അവിടെ വെച്ചാണ് ഈ കഥകൾ മുഴുവൻ നടന്നത്. ആകെ പെട്ടുപോയ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് നിന്റെ കൂട്ടുകാരിയായിട്ടുള്ള മിലിയാണ്. ആ പേര് കേട്ട സമയത്ത് കാസി ആകെ ഞെട്ടിപ്പോവാണ്. അവള് പറയാണ്, അവൾ എന്റെ കൂട്ടുകാരി ഒന്നല്ല, ഒരു ടൈം എഡിറ്റർ ആണ്. ടൈം എഡിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്ത ആൾക്കാരെ അത് ചെയ്ത് കഴിഞ്ഞ പാട് കൊന്നു കളയുന്ന ടീംസ് ആണ് ഈ ടൈം എഡിറ്റേഴ്സ്. അതായത് ഇല്ലീഗലായിട്ട് ചില കാര്യങ്ങൾ സമയത്തിലൂടെ വന്ന് ചെയ്യുന്ന ടീംസ്. സോ നിങ്ങൾ ഫേമസ് ആകാൻ പോകുന്നത് ടോബി എഴുതി വെച്ച ആ ഒരു പേപ്പറും കഷ്ണത്തിലൂടെയാണ്. സോ നിങ്ങൾക്ക് ഫേമസ് ആകാനുള്ള ആ ഒരു കാര്യം നിങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താ അറിയോ? ടൈം എഡിറ്റേഴ്സ് വരും, നിങ്ങളെ കൊന്നുകളയും. അതായത് നിങ്ങളുടെ അടുത്ത പ്രവൃത്തിയിലൂടെ ആ ഒരു കാര്യം പിന്നീട് മോശമായി വരരുത്. ഇപ്പൊ ടെൻഷൻ ആയിട്ടുള്ള റേ ഉള്ളിലേക്ക് ഓടി വരികയാണ്. ഈ കാര്യമെല്ലാം പീറ്ററിനോടും ടോബിയോടും പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറയണം. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ടോബി എഴുതി വെച്ച ആ ഒരു പേപ്പറിന്റെ കഷ്ണം ഉണ്ടല്ലോ, അത് നശിപ്പിച്ച് കളയണം. കാരണം ഇവർ ഫേമസ് ആകാൻ പോകുന്നത് ആ ഒരു പേപ്പറും കഷ്ണത്തിലൂടെയാണ്. ആ പേപ്പർ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തായാലും ഫേമസ് ആകാൻ പോകുന്നില്ല. ഫേമസ് ആകാൻ പോകുന്നില്ലെങ്കിൽ ഇവരെ വന്നിട്ട് ആരും കൊല്ലാനും പോകുന്നില്ല. പക്ഷേ സംഭവങ്ങളുടെ കിടപ്പൊന്നും മനസ്സിലാവാത്ത ടോബി എന്താ ചെയ്തതെന്നറിയോ? ആ ഒരു പേപ്പർ കഷ്ണം നശിപ്പിക്കാൻ സമ്മതിച്ചു കളഞ്ഞില്ല. നമ്മൾ ഫേമസ് ആയാൽ മാത്രമേ റിച്ച് ആകാൻ കഴിയുള്ളൂ. നല്ലൊരു വഴി തെളിഞ്ഞു വരുമ്പോൾ എന്തിനാ വെറുതെ അതിന് മുടക്കാൻ നിൽക്കുന്നത്? പക്ഷെ ടോബിയുടെ കയ്യിൽ നിന്നും ആ ഒരു പേപ്പർ തട്ടിപ്പറിച്ചിട്ട് റേ ഇപ്പൊ അത് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ലൈറ്റർ കത്തുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സപ്ലയറോട് മറ്റൊരു ലാമ്പ് കൂടെ തരാൻ വേണ്ടി പറയാണ്. ഇതേ സമയം തന്നെ ടോബി റേയുടെ കയ്യിൽ നിന്നും ആ ഒരു പേപ്പർ കഷ്ണം വീണ്ടും തട്ടിപ്പറിക്കുകയാണ്. ഇപ്പൊ ടോബിയും പീറ്ററും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അതായത് ആ ഒരു പേപ്പറിന്റെ കഷ്ണം ഉണ്ടല്ലോ, അത് നശിപ്പിക്കണമെന്ന് പീറ്ററും അതുപോലെ തന്നെ നശിപ്പിക്കേണ്ട എന്ന് ടോബിയും. അവരിങ്ങനെ അടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരാൾ വരികയാണ്, ടൈം എഡിറ്റർ ആയിട്ടുള്ള ആ ഒരു മിലി. ഇപ്പൊ ആ ഒരു പേപ്പറിന്റെ കഷ്ണം ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് കളയാൻ വേണ്ടി കാസിയും അതുപോലെ തന്നെ റേയും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓവർ പവർഫുൾ ആയിട്ടുള്ള മിലിയുടെ ശക്തിയുടെ മുന്നിൽ ഈ കാസിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവളാകെ വിറച്ച് എന്താ പറയാ നിന്ന നിൽപ്പിൽ തന്നെ എന്തോ ആയി പോവാണ്. മാത്രമല്ല റയാനും ഇതുപോലെ എന്തോ ഒരു പണി ഇപ്പോൾ ഈ മിലി കൊടുക്കുന്നുണ്ട്. പിന്നീട് ടോബിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പീറ്ററിനെയും അവൾ അറ്റാക്ക് ചെയ്യാണ്. ഇതേ സമയം ടോബിക്ക് മനസ്സിലായി പ്രശ്നം ആകെ ഗുരുതരാണെന്ന്. അതായത് ആ പേപ്പർ നശിപ്പിക്കുക തന്നെ വേണം. ഇപ്പൊ ടോബി സ്വയം ആ ഒരു പേപ്പർ നശിപ്പിക്കാൻ നിൽക്കുമ്പോൾ അതിനെയും ഈ ഒരു മിലി തടുക്കുകയാണ്. കാരണം അവൾക്ക് അത്രയും ശക്തി ഉണ്ടായിരുന്നു. പിന്നീട് അവളുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ട് ആ ബാറിലുള്ള എല്ലാവരെയും ഒറ്റയടിക്കാൻ കൊന്നുകളയാണ്. അവിടെ ഉണ്ടായിരുന്ന ബിയർ ബോട്ടിലൊക്കെ ആകെ നിലത്ത് വീണ് തകർന്ന് നിലത്തെല്ലാം വെള്ളമായിട്ട് ഒരു ചോരക്കളം തന്നെ ആയി മാറുകയാണ് ആ ഒരു ബാറിപ്പോ. ഇതേ സമയം ആ പേപ്പറിന്റെ കഷ്ണം ഉണ്ടല്ലോ പതിയെ പതിയെ വന്നിട്ട് ഒരു ബിയറിൽ വീഴാണ്. അതിൽ മഷിയെല്ലാം പതിയെ മാഞ്ഞു പോകുന്നുണ്ട്. ഈ സമയത്താണ് ആദ്യമായിട്ട് നമ്മുടെ പീറ്റർ ബാത്റൂമിലേക്ക് കയറി പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടില്ലേ, എല്ലാവരും മരിച്ചു കിടക്കുന്നതായിട്ട് ഏറ്റവും ആദ്യത്തെ സീനില്. ആ സീനാണ് ഇത്. എന്താലേ ഫസ്റ്റ് കണ്ട ഒരു സീനിലേക്ക് എത്താൻ വേണ്ടി എത്രത്തോളം വളഞ്ഞു ചുറ്റിയാണ് വന്നതെന്ന് സമ്മതിക്കണം. ഇപ്പൊ എല്ലാവരും മരിച്ചു കിടക്കുന്നത് കണ്ട ഈ ഒരു പീറ്റർ ഉണ്ടല്ലോ അവൻ പിന്നെയും ബാത്റൂമിലേക്ക് തിരിഞ്ഞോടിയില്ലേ. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഒരാൾ, അതായത് നമ്മുടെ റേ മാത്രം മരിച്ചിട്ടില്ലായിരുന്നു. അവൻ നോക്കുമ്പോൾ ടേബിളിന്റെ മുകളിൽ ആ ഒരു പേപ്പർ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. സോ അതെടുത്ത് നശിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ബിയർ ബോട്ടിൽ മറിഞ്ഞിട്ട് ആ പേപ്പറിന്റെ മേലെ വീഴുകയാണ്. അത് നശിച്ച് പതിയെ പതിയെ മഷിയെല്ലാം ഇളകി പോവുകയാണ്. സ്പോട്ടിൽ തന്നെ ഇവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അത് പഴയതുപോലെ ആവുകയാണ്. നമ്മുടെ പയ്യന്മാര് ആദ്യം തന്നെ ബാറിലേക്ക് വന്ന് വെള്ളം കുടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചില്ലേ. അപ്പോ നമ്മുടെ ടോബി എന്തൊക്കെയോ കാര്യങ്ങൾ പേപ്പറിൽ എഴുതുന്നില്ലേ, എന്നാൽ ആ പേപ്പറിൽ അതൊന്നും തെളിഞ്ഞു വരുന്നില്ല, അത് നശിച്ചു പോകാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സംഭവത്തിലേക്ക് എല്ലാ കാര്യങ്ങളും വന്ന് ചേരുകയാണ്. സോ ആ ഒരു പേപ്പർ ഇനി ഇവർ എഴുതാനും പോകുന്നില്ല. ഇത്രയും നേരം സംഭവിച്ച കാര്യങ്ങളൊന്നും ഇനി സംഭവിക്കാനും
പോകുന്നില്ല. ഒരു എഴുത്ത് കൊണ്ട് സംഭവിച്ച ഓരോ നൂലാമാലകളെ. പിന്നെ നമ്മുടെ മച്ചാമ്പാര് ബിയറെല്ലാം അടിച്ചിട്ട് നേരെ ബാറിന് പുറത്തേക്ക് വരികയാണ്. ഒരു കുഴപ്പമില്ലല്ലോ, പഴയതുപോലെ തന്നെ എല്ലാം ആയല്ലോ എന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിന്റെ അടിയിലൂടെ ഇവർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. അതിലൂടെ ഇപ്പോൾ നമ്മുടെ കാസി പുറത്തേക്ക് വന്നിട്ട് റയാന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്തിട്ട് പറയാണ്, റയാനെ നിങ്ങൾ 3 പേരും എന്റെ കൂടെ വരണം, കാരണം മറ്റൊരു സ്ഥലത്ത് സമയത്തിന്റെ വലിയൊരു ലീക്കേജ് തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ റയാന് കൂടെ പോകണമെന്ന് ചെറിയ താല്പര്യമുണ്ട്. പക്ഷേ പീറ്ററിനും ടോബിക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പ്രശ്നം കാരണം ഇമാതിരി കാര്യങ്ങൾ ഇവർ നേരിട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം കാരണം ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകും. അതുകൊണ്ട് നമ്മളില്ലേ എന്നിപ്പോ പീറ്ററും അതുപോലെ തന്നെ ടോബിയും പറയാണ്. ഈ സമയത്ത് കാസി പറയാണ്, നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ ഈ ലോകത്തല്ല പ്രശ്നം, മറ്റൊരു യൂണിവേഴ്സിലാണ്, ഒരു പാരലൽ വേൾഡിലാണ്. ഇത് പറഞ്ഞിട്ട് പോർട്ടലിന്റെ ഉള്ളിലേക്ക് കാസി പോവാണ്. ഇപ്പൊ റേ ഇവരെ രണ്ടുപേരും നോക്കിയിട്ട് പറയാണ്, മറ്റൊരു വേൾഡിലേക്ക്, ഒരു പാരലൽ വേൾഡിലേക്ക് പോകാൻ കിട്ടിയ അവസരമാണ്, നിങ്ങൾ വരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഉണ്ടല്ലോ നമ്മുടെ റേയുടെ കൂടെ തന്നെ ഓടി വന്നിട്ട് ആ ഒരു പോർട്ടിന്റെ ഉള്ളിലേക്ക് ചാടി കയറുകയാണ്. ഇവിടെ സിനിമ തീരും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ കാണിച്ചിട്ടാണ് സിനിമ തീരാൻ പോകുന്നത്. അതായത് മറ്റൊരു പാരലൽ വേൾഡിലേക്ക് ഇവർ വന്ന് ഇറങ്ങിയല്ലോ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഇതേ സ്ഥലത്തിൽ തന്നെ റെയിൽവേ ട്രാക്കിന്റെ അടിയിൽ നിന്നും ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നത് റയാനാണ്. അതിനുശേഷം പിന്നീട് വന്നത് പീറ്ററാണ്. ഇനി മൂന്നാമത് വരാൻ പോകുന്നത് ആരാണ്? ടോബി ആയിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? പക്ഷെ മൂന്നാമതായിട്ട് പിന്നീട് വന്നത് പീറ്റർ തന്നെയായിരുന്നു. അതായത് 2 വട്ടം പീറ്റർ വന്നിരിക്കുന്നു. പിന്നെ 4ാമത് വന്നത് ടോബി, പിന്നെ 5ാമത് വന്നത് വീണ്ടും ടോബി. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സയൻസ് ഫിക്ഷൻ മൂവി കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. കാരണം ഈ കഥ പറയാൻ കഷ്ടപ്പെട്ടതുപോലെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ വേറൊരു കഥ പറയാൻ കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എന്റെ കുഞ്ഞു മക്കളെ ഭ്രാന്ത് പിടിച്ചു പോയി എനിക്ക്. എന്തായാലും കഥ കുറച്ച് ഡിഫറൻറ്റ് ആണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.